സംസ്ഥാന പ്ലാനിംഗ് ബോർഡിലെ ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം ചെയ്യാതെ വിട്ടുപോയ സംഭവത്തിൽ വിശദീകരണവുമായി PSC. പരീക്ഷകളിൽ യാതൊരു ക്രമക്കേടും നടന്നിട്ടില്ലെന്നാണ് കമ്മീഷന്റെ നിലപാട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, കയർഫെഡ്, ഖാദി ബോർഡ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിലവിൽ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും PSC അറിയിച്ചു. കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അനുവദിക്കുകയും അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ രേഖകളും കൈമാറുകയും ചെയ്തിട്ടുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി. നിലവിൽ ഉയർന്ന പല പരാതികളും നേരത്തെ കോടതികൾ പരിശോധിച്ച് തീർപ്പാക്കിയ വിഷയങ്ങളാണെന്നും അവ വീണ്ടും പുതിയ ആരോപണങ്ങളായി അവതരിപ്പിക്കുന്നത് കമ്മീഷനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും PSC അധികൃതർ പറഞ്ഞു. അതേസമയം മൂല്യനിർണ്ണയത്തിൽ വിട്ടുപോയ 10 ചോദ്യങ്ങളുടെ വിലയിരുത്തൽ പൂർത്തിയാക്കി തുടർ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചതായും PSC അറിയിച്ചു. മൂവാറ്റുപുഴ മാറാടിയിൽ വീണ്ടും വൻ മണ്ണിടിച്ചിൽ. ഉപേക്ഷിക്കപ്പെട്ട പാറമടയിലേക്ക് മൺകൂന പതിച്ചു. മാറാടി പഞ്ചായത്തിലെ കായനാട് 15-ാം വാർഡിലാണ് മണ്ണിടിച്ചിൽ. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പ്രദേശത്തെ ഉപയോഗശൂന്യമായ പാറമടയിലെ കെട്ടിക്കിടന്ന വെള്ളത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് സമീപത്തെ വീടുകളിലും തോടുകളിലും വെള്ളം ഉയർന്നിരുന്നു. ഇത് ജനപ്രതിനിധികളും റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പാറമട അടിയന്തരമായി നികത്താൻ തീരുമാനിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് വീണ്ടും വലിയ ശബ്ദത്തോടെ കൂറ്റൻ മൺകൂന ഒന്നടങ്കം ഇതേ വെള്ളത്തിലേക്ക് പതിച്ചത്. ഇതോടെ സമീപത്തെ വീടുകളിലേക്കും പന്നി ഫാമിലേക്കും ശക്തമായി വെള്ളം ഇരച്ചു കയറിയത് പ്രദേശവാസികളെ കടുത്ത പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. മഴ കനത്താൽ ഉണ്ടായേക്കാവുന്ന വൻ അപകടം ഒഴിവാക്കാൻ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഈ അപകടകരമായ പാറമട എത്രയും വേഗം മൂടാനുള്ള നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ നിൽക്കണ ഡേഞ്ചറാണെന്ന് തോന്നുന്നു. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. കുറച്ച് നീങ്ങി നിൽക്കാം. ഓരുമാണ്